അതാ നോക്കിയേ, ആ നിൽക്കുന്നത് ലല്ലുക്കുരങ്ങനല്ലേ? എന്തോ കുഴപ്പമുണ്ട്. നമുക്ക് അവനോട് തന്നെ ചോദിച്ചു നോക്കാം. അവൻ എന്തിനാ വിഷമിച്ചു നിൽക്കുന്നത്? എന്റെ കൂട്ടുകാരെ എല്ലാവരും അവരെ പിടിച്ചോണ്ട് പോയി. എന്റെ അച്ഛനെയും ആമച്ചാരെയും മാൻകുട്ടനെയും എല്ലാവരെയും പിടിച്ചോണ്ട് പോയോ? ആര്? എവിടെ വെച്ച്? ചുമ്മാതല്ല കൂട്ടുകാരൊന്നും കാണാഞ്ഞത്. പറലല്ലോ, ആരാ പിടിച്ചോണ്ട് പോയത്? അന്നൊരു ദിവസം കാട്ടിലെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഒരു മത്സരം നടത്തിയ ഒരു ദിവസം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരാമയുണ്ടായിരുന്നു. കിട്ടു എന്നായിരുന്നു അവന്റെ പേര്. വളരെ സ്നേഹമുള്ളവനും പരോപകാരിയുമായിരുന്നു അവൻ. കാട്ടിൽ എല്ലാ മൃഗങ്ങൾക്കും അവനെ വളരെ ഇഷ്ടമായിരുന്നു. ആരെന്ത് സഹായത്തിന് വിളിച്ചാലും തന്നെ കൊണ്ട് കഴിയുന്ന സഹായമാണെങ്കിൽ കിട്ടു ചെയ്തു കൊടുക്കുമായിരുന്നു. അവന് ഏറ്റവും പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു: കിങ്ങിണി കാക്ക, ലല്ലു പൂച്ച, പിന്നെ ചിക്കിമാനും. ആര് കിട്ടുവിനെ കളിയാക്കിയാലും കിട്ടുവിന് ഒരു പരിഭവവും ഇല്ല. പക്ഷേ അവന്റെ ഈ 3 സുഹൃത്തുക്കൾ അത് അറിഞ്ഞാലോ, പിന്നെ കിട്ടുവിനെ കളിയാക്കിയ ആളുടെ കാര്യം പോക്കാണ്. അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക് കിട്ടു ആമയോട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ നിന്നും നടന്നു വരികയായിരുന്നു നമ്മുടെ കിട്ടു ആമ. ആ സമയത്ത് തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ച് കയറുകയായിരുന്നു ചിണ്ടൻ മുയൽ. മഹാ അഹങ്കാരിയാണ് അവൻ. തന്റെ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെ ചുമ്മാതെ കളിയാക്കുന്നത് അവനൊരു രസമാണ്. ചിണ്ടൻ മുയൽ പണ്ട് മുതലേ ആമച്ചാരെ വെറുപ്പാണ്. കാണുമ്പോഴൊക്കെ പാവപ്പെട്ട ആമച്ചാരെ തടിയൻ, മടിയൻ എന്നൊക്കെ വിളിച്ച് അവൻ കളിയാക്കും. അന്നും അവൻ ആ പാവം ആമച്ചാരെ വിട്ടില്ല. എടാ പൊണ്ണ തടിയാ എന്ന് വിളിച്ച് അവനെ കളിയാക്കി. ആ കളിയാക്കൽ അതുവഴി വന്ന കിങ്ങിണി കാക്ക കേട്ടു. ആ കളിയാക്കൽ കിങ്ങിണി കാക്കയ്ക്ക് തീരെ പിടിച്ചില്ല. കിങ്ങിണിയും ചിണ്ടനും തമ്മിൽ ആമച്ചാരെ ചൊല്ലി വഴക്കായി. അപ്പോൾ ചിണ്ടൻ വീണ്ടും ആമച്ചാരെ കളിയാക്കി. നിന്റെ ഈ സുഹൃത്ത് പൊണ്ണ തടിയൻ 4 നാഴിക നടക്കണമെങ്കിൽ നാള് കുറെ പിടിക്കും. ഇത് കേട്ടതും കിങ്ങിണിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, നീ അത്ര വലിയവനാകുകയൊന്നും വേണ്ട. നീ വലിയ വേഗതയുള്ളവനാണെന്ന് നിനക്കൊരു അഹങ്കാരമുണ്ട്. ആർക്കാണ് വേഗം കൂടുതലെന്നറിയാൻ നീ എൻ്റെ കൂട്ടുകാരനുമായി ഒന്ന് മത്സരിച്ച് നോക്കൂ. എന്നിട്ട് നീ അഹങ്കരിച്ചാ മതി. ഈ പന്തയം കേട്ട് ഞെട്ടിപ്പോയത് പാവം ആമച്ചാരാണ്. ഈ കിങ്ങിണി എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? ഞാൻ ചിണ്ടൻ മുയലുമായി ഓട്ട മത്സരം വെക്കാനോ? ഏത് കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാലും പറയും ഈ ആമച്ചാര് തോറ്റ് തുന്നം പാടുമെന്ന്. ഈ മത്സരത്തിന്റെ വിവരം അപ്പോൾ തന്നെ കാട്ടിൽ പാട്ടായി. ഈ മത്സരത്തിന്റെ വിവരം ലല്ലു പൂച്ചയും ചിക്കിമാനും അറിഞ്ഞു. അവർ 2 പേരും അവിടെ എത്തി. അവർ കിങ്ങിണിയോട് ചോദിച്ചു, എന്താ കിങ്ങിണി നീ ഈ കാണിച്ചു വെച്ചത്? നിനക്കറിയില്ലേ നമ്മുടെ കിട്ടുവിന് എത്ര വേഗത്തിൽ ഓടിയാലും ആ ചിണ്ടൻ മുയലിനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന്? ചിണ്ടന്റെ വേഗതയെക്കുറിച്ച് നിനക്കറിയില്ലേ? ഏതായാലും കിങ്ങിണി വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ കിട്ടു ആമ തീരുമാനിച്ചു. ലല്ലു പൂച്ചയും ചിക്കിമാന് സമ്മതം മൂളി. അങ്ങനെ മത്സരം നടത്തുവാൻ തീരുമാനിച്ചു. മത്സരത്തിന്റെ ചുമതല ചിട്ടക്കുരങ്ങനും മിട്ടക്കുരങ്ങനെയും ഏൽപ്പിച്ചു. കാട്ടിലെ മറ്റു മൃഗങ്ങൾ എല്ലാവരും മത്സരം കാണുവാൻ എത്തി. ചിണ്ടൻ മുയലിനും കിട്ടു ആമയ്ക്കും ലക്ഷ്യസ്ഥാനം പറഞ്ഞു കൊടുത്ത ശേഷം മിട്ടുക്കുരങ്ങനും ലല്ലു പൂച്ചയും ചിക്കമാനും കുറെ മൃഗങ്ങളും അങ്ങോട്ട് പോയി.
മത്സരത്തെ നിരീക്ഷിക്കുവാൻ വേണ്ടി കിങ്ങിണിക്കാക്ക ആകാശത്തിലൂടെ പറക്കണമെന്ന് ചിട്ടുകുരങ്ങൻ നിർദ്ദേശിച്ചു. മത്സരം ആരംഭിച്ചു. ലക്ഷ്യസ്ഥാനത്തേക്ക് ദൂരം കുറേയുണ്ട്. മുയൽ അമ്പ് വിട്ടതുപോലെയാണ് ഓടിപ്പോയത്. എന്നാലോ നമ്മുടെ പാവം കിട്ടുവാമയോ പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങി. മുകളിൽ പറക്കുന്ന കിങ്ങിണിക്കാക്കയ്ക്ക് തന്റെ കൂട്ടുകാരന്റെ അവസ്ഥ കണ്ട് സങ്കടം വന്നു. അവൾ മനസ്സിൽ പറഞ്ഞു, പാവം കിട്ടു, അവന് ആ ചിണ്ടൻ മുയലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ ഇപ്പോൾ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. താൻ കാരണമല്ലേ തന്റെ സുഹൃത്തിന് ഈ അവസ്ഥ വന്നത് എന്നോർത്ത കിങ്ങിണിക്ക് സങ്കടം വന്നു. ഇനി ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കുറച്ചു ദൂരമേ ഉള്ളൂ എന്ന ചിണ്ടൻ മുയലിന് ഉറപ്പായി. ആ പൊണ്ണ തടിയൻ കിട്ടുവാമ ഓടി തന്റെ ഒപ്പം എത്തട്ടെ, ബാക്കി ഓടാം എന്നവൻ കരുതി. അവൻ ആ കുറ്റിക്കാട്ടിൽ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. കിടക്കാൻ നല്ല പച്ച പുല്ല്, തഴുകി വീശുവാൻ ഇളം കാറ്റ്, ഓടിയതിന്റെ ക്ഷീണം. മുയലിന്റെ കൺപോളകൾ പതുക്കെ പതുക്കെ അടഞ്ഞു. അവൻ ഉറങ്ങിപ്പോയി. ഇത് കണ്ട കിങ്ങിണിക്ക് സന്തോഷമായി. അവൻ പറന്നു ചെന്ന് കിട്ടുവിന്റെ അടുത്ത് പറഞ്ഞു, എടാ കിട്ടു, ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടില്ല. ആ അഹങ്കാരിയായ മുയൽ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവൻ ഉണരുന്നതിന് മുൻപ് നീ വേഗം നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തണം. ഇത് കേട്ട സന്തോഷവാനായ ആമ ഏന്തി വലിഞ്ഞ് നടന്ന് മുയലിന്റെ അടുത്തെത്തി. വഴിയിൽ മുയൽ ഉറങ്ങുന്നത് കണ്ടപ്പോൾ കിട്ടു തന്റെ നടത്തത്തിന്റെ വേഗത പിന്നെയും കൂട്ടി. ഒടുവിൽ കിട്ടു തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു. അകലെ എന്തോ ബഹളം കേട്ടാണ് ചിണ്ടൻമുയൽ ഉണർന്നത്. ചുറ്റും നോക്കിയ ശേഷം അവൻ മുന്നോട്ടോടി. അല്പദൂരമേ ഓടിയുള്ളൂ. മുയൽ ആ കാഴ്ച കണ്ട് അമ്പരന്നു പോയി. മത്സരത്തിൽ ജയിച്ച ആമയെ മറ്റു മൃഗങ്ങൾ ആർപ്പവിളിയോടെ ആനയിക്കുന്നു. കിങ്ങിണിയും ലല്ലുവും ചിക്കിയും എല്ലാം അവനെ കളിയാക്കി ചിരിച്ചു. ഈ ലഭ്യനായ മുയൽ പിന്നീട് ഒരടി പോലും മുന്നോട്ട് വച്ചില്ല. തിരിഞ്ഞു നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു. Bam 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 boo.
തടിയനുമാണ് നമ്മുടെ കൂട്ടുകാരെ തട്ടിക്കൊണ്ടുപോയത്. അവർക്ക് സർക്കസ് നടത്താൻ വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇതിനു മുൻപും അവർ നമ്മളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ അമ്മുമ്മയാണ് നമ്മളെ അന്ന് രക്ഷിച്ചത്. അമ്മുമ്മയോ? ഈ കഥയൊന്നും എനിക്കറിയില്ലായിരുന്നു ലല്ലു. ആരാണ് ഈ അമ്മുമ്മ? അവർ ഇപ്പോൾ എവിടെയാണ്? എവിടേക്കാണ് നമ്മുടെ കൂട്ടുകാരെ ആ തടിയനും എലുമ്പനും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്? അമ്മുമ്മ ഇപ്പോ തടിയന്റെയും എലുമ്പന്റെയും തടങ്കലിലാണ്. ആ മാജിക് ബുക്കിന് വേണ്ടിയാണ് അവർ അമ്മുമ്മയെ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. ആ മാജിക് ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അമ്മുമ്മയെ നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കാനാകൂ.